എല്ലാവർക്കും മല്ലു ബിഗ് ബോസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് ഹൗസിലെ എല്ലാ പുതിയ അപ്ഡേറ്റുകളും അറിയാൻ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ആകാംക്ഷ നിറഞ്ഞ എലിമിനേഷൻ പ്രക്രിയയിലൂടെ അഭിലാഷിനൊപ്പം വീട്ടിൽ നിന്ന് പുറത്തായത് ജിഷിനായിരുന്നു. പുറത്താകൽ തീർത്തും അപ്രതീക്ഷിതമായിരുന്നുവെന്ന് ജിഷിൻ പറയുന്നതിലെ ഞെട്ടൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാണ്. വീട്ടിൽ നിന്ന് പുറത്തായതിനു ശേഷമുള്ള ജിഷിന്റെ പ്രതികരണങ്ങൾ ഇങ്ങനെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ആഴ്ചയുള്ള എലിമിനേഷൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്റെ പുറത്താകൽ എനിക്ക് ശരിക്കും ഒരു ഷോക്കായിരുന്നു. വീട്ടിൽ ഇനിയും കുറച്ചുകൂടി ദിവസങ്ങൾ ശക്തമായി മുന്നോട്ടു പോകാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. എങ്കിലും അവസാനം ഇത് പ്രേക്ഷകരുടെ തീരുമാനമാണ്. അത് ഞാൻ പൂർണ്ണ മനസ്സോടെയും നിറഞ്ഞ ബഹുമാനത്തോടെയും സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ട ലാലേട്ടൻ അവതാരകനായെത്തുന്ന ഈ വലിയ വേദിയിൽ എനിക്കൊരു അവസരം ലഭിച്ചത് തന്നെ എന്റെ ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമായി കരുതുന്നു. കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു വേദിയിൽ എന്റെ വ്യക്തിത്വവും ഗെയിമും അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. ഈ സീസണിൽ ഒരുപാട് മികച്ച മത്സരാർത്ഥികളുണ്ട്. ഓരോരുത്തരും അവരുടേതായ രീതിയിൽ കഴിവ് തെളിയിക്കുന്നുണ്ട്. എന്നാൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ കൂട്ടത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് അനുമോളാണ്. കാരണം അവൾ ശരിക്കും ഒരു ബ്രില്യന്റ് പ്ലെയറാണ്. അനുമോൾ എപ്പോഴും ഹൗസിൽ ആവശ്യമായ കണ്ടന്റുകൾ നൽകാൻ ശ്രദ്ധിക്കുന്നു. തന്നെയുമല്ല, ഓരോ ടാസ്കുകളും അവൾ വളരെ കൃത്യതയോടെ ചെയ്യുന്നു. പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞു കളിക്കുന്ന ഒരു കളിക്കാരിയാണ് അവൾ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സീസണിലെ ടൈറ്റിൽ വിന്നറാകാനുള്ള എല്ലാ കഴിവുകളും യോഗ്യതയും അനുമോൾക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൾക്ക് ആ വിജയം കൈവരിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത് എന്നെ പിന്തുണച്ച എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. ബിഗ് ബോസിലെ എന്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ പുറത്തുള്ള നിങ്ങളുടെ സ്നേഹവും പിന്തുണയും തുടർന്നുമുണ്ടാകണം എന്നും ജിഷിൻ വ്യക്തമാക്കി. ജിഷിന്റെ അപ്രതീക്ഷിത പുറത്താകൽ വീട്ടിലുള്ളവരെയും പ്രേക്ഷകരെയും ഒരുപോലെ ഞെട്ടിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പ്രേക്ഷകരുടെ വിധി എപ്പോഴും അന്തിമമാണ്. എന്തായാലും ഇതും ഇനി അവശേഷിക്കുന്ന കോണ്ടസ്റ്റന്റ്സിന് ഒരു പാഠമാണ്, എങ്ങനെയാവണം ഒരു മത്സരാർത്ഥി ആവേണ്ടതെന്നതിന്റെ. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ജിഷിന്റെ പുറത്താകലിനെക്കുറിച്ചും അനുമോളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രവചനത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെല്ലാം? അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.